ശ്രീജിത്ത് പണിക്കർ, SDP ആണ് ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇപ്പോഴില്ല. കാരണം അതിനുള്ള തെളിവുകളുണ്ട്. മാത്രമല്ല SDP ഇത് നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ പ്രാദേശിക നേതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അത് വ്യക്തമായ കാര്യവുമാണ്. അപ്പോൾ ഇത് ഊതി വീർപ്പിച്ചത്, ഇപ്പോൾ പറയുന്നുണ്ട് ഇത് വർഗീയ ചേരിതിരിവുണ്ടാക്കുവാനുള്ള ശ്രമം നടന്നു എന്നൊക്കെ, പക്ഷേ അതിന് വളം വെച്ചത് SDP തന്നെയല്ലേ? നോക്കൂ, ഇതേപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് കർണാടകയിലെ ഉടുപ്പിയിലും ഉണ്ടായിരുന്നത്. അതായത് സ്കൂളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പുറത്തുനിന്നുള്ള ചില ആൾക്കാർ അവരുടെ പേരൻസിനെയൊക്കെ സ്വാധീനിച്ച് രാഷ്ട്രീയവും വർഗീയവുമായിട്ടുള്ള പല കാരണങ്ങളാലാണ് ഉടുപ്പിയിൽ അന്നുണ്ടായിരുന്ന ഹിജാബ് വിഷയം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് കേരളത്തിലും ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അതിൻ്റെ PTA ആൾക്കാർ ആദ്യത്തെ ദിവസം മുതൽ തന്നെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞ 4 മാസമായിട്ട് എന്തുകൊണ്ടാണ് അവരുടെ മതത്തിൻ്റെ അനിവാര്യതയായിരുന്നു ഈ ഹിജാബെങ്കിൽ ഈ വിദ്യാർത്ഥിനി തട്ടമിടാതെ പോയി? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ആ വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കളാണ്. അതിന് മറുപടി പറയേണ്ടത് അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകുന്ന SDP-ക്കാരുണ്ടെങ്കിൽ അവരാണ്. അപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് 4 മാസമായിട്ട് ഈ അധ്യയന വർഷം തുടങ്ങിയിട്ട് അവർക്ക് ആ സ്കൂളിൻ്റെ പോളിസി, യൂണിഫോം പോളിസി കംപ്ലൈ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എങ്കിൽ പൊടുന്നനെ എങ്ങനെയാണ് ഇനി മുതൽ എൻ്റെ കുട്ടി ഇങ്ങനെ മാത്രമേ ഇവിടെ വരൂ എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് മതപരമായിട്ടുള്ള ഒരു റൈറ്റായി മാറുന്നത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് ആർട്ടിക്കിൾ 21 അനുസരിച്ചിട്ടുള്ള ഒരു അവകാശമായി മാറുന്നത്? കഴിഞ്ഞ 4 മാസം അവർ ഈ അവകാശങ്ങളെക്കുറിച്ച് അറിയാതെ പോയതുകൊണ്ടാണോ, അതോ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും അവരെ പ്രേരിപ്പിച്ചത് കൊണ്ടാണോ? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്ന് പിതാവിന് മാനസാന്തരം ഉണ്ടായിട്ട് ആൾക്കാരോട് പ്രശ്നത്തിനില്ല എന്നും അവിടുത്തെ സ്കൂളിൻ്റെ യൂണിഫോം പോളിസി കംപ്ലൈ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടു. നല്ലത് തന്നെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോടടക്കം സംസാരിക്കുന്ന സമയത്ത് വളരെ അഡമൻ്റായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് എങ്കിൽ ആ പിതാവിനെ അഭിനന്ദിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അഭിനന്ദിക്കാൻ പോലും കഴിയില്ല. കാരണം അവിടെ ഒരു സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടും തൻ്റെ ഭാഗത്ത് എടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണ് എന്നൊരു പക്ഷേ ആരെങ്കിലും അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിപ്പിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് അപഹാസ്യമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. മതേതരം എന്ന് പറയുന്നത് എന്താണ് ശ്രീ മഞ്ജുഷ്? ആരും മതവസ്ത്രം ഉപയോഗിക്കേണ്ട, എല്ലാവരും ഒരേ തരം വസ്ത്രം ഉപയോഗിച്ച് നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലാതെ ക്ലാസ്സിൽ ഇരിക്കണമെന്ന് ഒരു സ്കൂൾ പറയുന്നതാണോ മതേതരം? അതോ എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ചോട്ടെ, പക്ഷേ ഞാൻ എൻ്റെ മതവസ്ത്രം മാത്രം ധരിച്ച് അതിൽ നിന്ന് ഭിന്നയായിട്ടിരിക്കും എന്ന് ഒരു കുട്ടി പറയുന്നതാണോ മതേതരം? മതേതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേതാണ്, ആ സ്കൂളിൻ്റെ പോളിസിയാണ്. ആ സ്കൂൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് നിങ്ങൾ മാത്രം മതവസ്ത്രം ഉപയോഗിച്ചോ, പക്ഷേ ഇന്ന മതത്തിൻ്റെ ആൾക്കാർക്ക് ഞാൻ മതവസ്ത്രം അനുവദിക്കില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ഈ ആൾക്കാരോടൊപ്പം നിൽക്കും. പക്ഷേ ഇതങ്ങനെയാണോ? അവിടെ ഒരാൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. ആചാരപരമായിട്ട് ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഒക്കെ തന്നെ പല സമയത്ത് അവരുടെ സ്ത്രീകൾ ഈ തല മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വസ്ത്രം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്ന് കരുതി ഒരു മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അത് അനുവർത്തിക്കാനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയോ ചെയ്യേണ്ടുന്ന കാര്യമില്ല. എന്നിട്ട് അവസാനം ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെയുള്ള ഫാദർ ജോഷി മയ്യാട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഈ സ്കൂളിൻ്റെ അംഗീകാരം റദ്ദാക്കുമെന്ന തരത്തിലുള്ള ഭീഷണിയുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ മറ്റുള്ള വിദ്യാർത്ഥികൾ എത്ര പേര് പഠിക്കുന്നുണ്ട്? ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ള എല്ലാ കുട്ടികളുടെയും അവകാശം എന്തിന്? മന്ത്രി ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള മൗലിക അവകാശം, അതിനെ ലംഘിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കേണ്ടത്? ഒരു കാര്യം കൂടി ഇവിടെ ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞതാണ്, സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കാതിരിക്കുവാനുള്ള കാരണം കാണിക്കൽ പോലെയുള്ള ഭീഷണികൾ വരുന്നുണ്ട് കേട്ടോ. ഷോൺ കേൾക്കാമോ? ചെയ്ത് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയുന്നത് അപ്പോൾ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചോ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മൗലിക അവകാശത്തിനെക്കുറിച്ചോ സർക്കാരിന് തെല്ലും ആശങ്കയില്ല എന്നുള്ളതാണ്. ഇവിടെ ഓൾമോസ്റ്റ് സെറ്റിലായിരിക്കുന്ന ആ കുട്ടിയുടെ പിതാവ് തന്നെ സ്കൂളിൻ്റെ യൂണിഫോം പോളിസിയോട് കംപ്ലൈ ചെയ്യും എന്ന് സമ്മതിച്ചിരിക്കുന്ന ഒരു വിഷയത്തിനെ വീണ്ടും ആളിക്കത്തിച്ച് അതിൻ്റെ പേരിൽ ഒരു സാമുദായികമായിട്ടുള്ള ഭിന്നതയുണ്ടായി, അതിൻ്റെ പേരിൽ വർഗീയമായിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തിനാണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി തന്നെ ശ്രമിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാർമ്മികതയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലീഗൽ റൈറ്റിയസ്നെസ്സോ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, കേരളത്തിലെ തന്നെ കോടതിയുടെ വിധികൾക്ക് വിരുദ്ധമാണ്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മഞ്ജുഷ്, ഭരണഘടനയെ പറ്റി പറയുന്ന സമയത്ത് സ്ഥാപനങ്ങൾക്കുള്ള ഭരണഘടന
സ്വാതന്ത്ര്യം, ശരി അവകാശം. ഷോൺ ഇവിടെ ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞ കാര്യമാണ് ശ്രീത്തും പറയുന്നത്. അതിൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കാതിരിക്കാനുള്ള ഭീഷണികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഈ സ്കൂളിനെതിരെ നേരത്തെ പരാതികൾ ഉണ്ടായിരുന്നു. ഈ മുജീബ് റഹ്മാൻ ഇവിടെ പറഞ്ഞിരുന്നു ഇക്കാര്യം. ഇന്നലെ ഈ സ്കൂളിൽ നിന്നും ഇവിടെ ഞാൻ സൂചിപ്പിക്കാം, ഞാൻ അതിന്റെ തെളിവ് സഹിതം ഞാൻ സൂചിപ്പിക്കാം. ഒരു സെക്കൻഡ് ഞാൻ സംസാരിക്കാം. നേരത്തെ പുറത്ത് എനിക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഞാൻ അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ്. ഇത് മാന്യമായി ഇത് പരിഹരിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അവര് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന രീതിയിൽ ഇത് കോംപ്രമൈസ് ആയില്ല എങ്കിൽ, അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കോംപ്രമൈസ് എന്താണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും വ്യക്തമാണ്. അപ്പൊ ആ കോംപ്രമൈസിൽ സമ്മതിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഫിലിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തും ഇനി നീക്കങ്ങൾ ഉണ്ടാവില്ല. അതിന്റെ അപേക്ഷ നിങ്ങളുടെ പെൻഡിങ് ഇരിക്കുകയാണ്, ആ കാര്യത്തിലൊന്നും ഇനി നീങ്ങില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഔദ്യോഗികമായി തന്നെ ആ പ്രിൻസിപ്പലിനെ അറിയിച്ചു. എന്താണ് ഇതിനൊക്കെ എന്താ മറുപടി പറയുക? ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. വളരെ വിശദമായിട്ട് തന്നെ ജോഷി അച്ഛനും അതുപോലെ സെയ്ദ് ഭായ് ഇവിടെ വളരെ സൂചിപ്പിച്ചു. ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണ്, നമ്മൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയണം. മനഃപൂർവ്വമായി ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന SDPI പോലെയുള്ള ആളുകൾക്ക് സർക്കാർ ഒത്താശ ചെയ്തു കൊടുത്ത് ഈ നാടിനെ നശിപ്പിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശരി, നന്ദി ശ്രീ ഷോൺ ജോർജ്. ശ്രീ മുജീബ് റഹ്മാൻ, താങ്കൾ SDPIയുടെ പ്രതിനിധിയല്ല. താങ്കൾക്ക് SDPIയുടെ ഈ ചെയ്തികൾ അത് തള്ളിപ്പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ഇതിൽ അവിടെ ഇടപെട്ടു എന്ന് പറയുന്ന SDPIയുടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാനിത് ഈ കാണിക്കുന്നത് നിലവിൽ അവിടുത്തെ PTA പ്രസിഡന്റ് 2022 ചെയ്തൊരു പോസ്റ്റാണ്. 2022-23 കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് കൊച്ചി 19ാം ഡിവിഷനിൽ അത് പ്രതിഫലിച്ചു. അത് ജോഷി കൈതവളപ്പിൽ എന്ന് പറയുന്ന PTAയുടെ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനോഗതി കൃത്യമായ രീതിയിൽ കൈതവളപ്പിൽ അദ്ദേഹം കാസയുടെ ഒരു പ്രവർത്തകനാണ്. അത് ഞാൻ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുകയല്ല, കൃത്യമായ രീതിയിൽ ആ പള്ളുരുത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അദ്ദേഹം കാസയുടെ പ്രവർത്തകനാണ്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മുസ്ലിം കുട്ടികൾ തലമറക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവർ എപ്പോഴും പൊതുസ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരു തലമറച്ചിട്ടാണ് വരുന്നത്. അത് ഒരു മുസ്ലിം ആചാരം മാത്രമായിട്ട് എടുക്കേണ്ടത്. തലമറക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെ ഈ ബഹുമാനപ്പെട്ട ഫാദർ ഉൾപ്പെടെയുള്ളവർ ഇത്രമാത്രം നഖശികാന്തം എതിർക്കപ്പെടുമ്പോൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2008 വന്ന ഒരു പത്രവാർത്തയാണ് ഞാൻ വായിക്കാം. സ്കൂളിലെ പ്രാർത്ഥനയ്ക്കെതിരെ പരാതി. കൊച്ചിയിൽ പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്താസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ CBSE രാവിലെ പ്രാർത്ഥനയിൽ കൃത്യ രീതിയിലുള്ള പ്രാർത്ഥനയും കുരിശ് വരക്കലും നിർബന്ധമാക്കിയതായി പരാതി. സന്മാർഗ പാഠം എന്ന പേരിൽ ഒരു വിഷയം കൂടി ഉൾപ്പെടുത്തിയതിനെതിരെ ആക്ഷേപമുന്നയിച്ച് മുഹമ്മദ് അസ്ലം എന്ന വിദ്യാർത്ഥിയുടെ മാതാവ് ഷമീനയോട് പ്രധാനാധ്യാപിക കയർത്ത് സംസാരിച്ചതായും പറഞ്ഞു. ഇതിനെതിരെ കുട്ടിയുടെ രക്ഷകർത്താക്കൾ കേന്ദ്രമന്ത്രി അന്നത്തെ അർജുൻ സിംഗിനും കേരള മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എന്നിവർക്കും പരാതി നൽകി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വാർത്ത. കൊച്ചി സ്കൂളിൽ മതപരമായ പ്രാർത്ഥനയ്ക്ക് നിർമ്മിക്കുന്നതായി പരാതി. കൊച്ചി സ്കൂൾ അധികൃതർ കൃത്യ രീതിയിലുള്ള പ്രാർത്ഥനയ്ക്ക് നിർബന്ധിക്കുന്നതായി പരാതി. പള്ളുരുത്തി സെൻറ്റ് റീത്താസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധികൃതർക്കെതിരെ പരാതി ഉയർന്നത്. രാവിലെ നടക്കുന്ന കൃത്യ രീതിയിലുള്ള പ്രാർത്ഥന എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്കിടെ കുരിശ് വരക്കലും നിർബന്ധമാണ്, സന്മാർഗപാഠം എന്ന രീതിയിൽ. അപ്പോൾ ഈ പറയപ്പെടുന്ന കൃത്യ സ്കൂളുകളിൽ എല്ലാ മതത്തിൽപ്പെട്ട ഈ പറയപ്പെടുന്ന 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ കൊണ്ട് കൃത്യ മതാചാരപ്രകാരമുള്ള അത്തരത്തിലുള്ള പ്രാർത്ഥനകളിലും കുരിശ് ഒക്കെ നടത്തുമ്പോൾ ഒരു പെൺകുട്ടി അവരുടെ തലയിൽ ഒരു തട്ടനിട്ടതുകൊണ്ട് ആ കുട്ടിയുടെ യൂണിഫോം അവർ സ്കൂൾ നിർദ്ദേശിച്ചിട്ടുള്ള ആ യൂണിഫോമിൻ്റെ കളറിലോ അതിൻ്റെ ഘടനയിലോ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. ആ കുട്ടിയുടെ മുടി ഒന്ന് മറച്ചു എന്നുള്ളത് ജോഷി മയ്യാട്ടിൽ ഉൾപ്പെടെയുള്ള പിതാക്കന്മാർ സംസാരിക്കുമ്പോൾ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് കേരളമാണ്, നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ഇന്ത്യ മഹാരാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. ആ നരേന്ദ്രമോദിയെയും അതേപോലെ തന്നെ BJPയെയും സംഘപരിവാറിനെയും ഒക്കെ എപ്പോഴും വെള്ളപൂശാനാണ് ബഹുമാനപ്പെട്ട ഫാദർ തയ്യാറാകുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നാം
ഒന്നാമതായി ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തെയാണ് ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് ക്രൈസ്തവരെയാണ്, പിന്നീടാണ് കമ്മ്യൂണിസ്റ്റുകളെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മുസ്ലിം സമുദായത്തിനെതിരെ അത് മുനമ്പത്തായാലും കളമശ്ശേരിയിലായാലും പള്ളുരുത്തിയിലായാലും അതേപോലെ തന്നെ പാലാ ബിഷപ്പിന്റെ പ്രസ്താവനകളായാലും ബഹുമാനപ്പെട്ട പിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സെക്കൻഡ് ഞാൻ സംസാരിക്കട്ടെ. എൻ്റെ തെറ്റായ പരാമർശം താങ്കൾ മാറ്റിക്കോ, കുഴപ്പമില്ല.